നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. സ്ത്രീ ശാക്തീകരണം എന്നത് പ്രസംഗിപ്പിക്കുമ്പോഴും അത് രാജ്യത്ത് നടപ്പിലാക്കുന്നില്ലെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. CPI ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി തടിയമ്പാടിൽ സംഘടിപ്പിച്ച വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ ആശുപത്രിയിലേക്ക് BJP നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സ്വകാര്യ ബസ് ഉടമകൾ സംസ്ഥാന വ്യാപകമായി പണിമുടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലോറി തോട്ടിലേക്ക് മറിഞ്ഞ് അപകടം. വണ്ണപ്പുറം ചേലച്ചുവട് റോഡിൽ 40 ഏക്കറിൽ കലുങ്കുപണി നടക്കുന്നിടത്താണ് ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞത്. വാർത്തകൾ വിശദമായി. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ആശുപത്രിക്ക് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിട്ടത് സംഘർഷത്തിന് ഇടയാക്കി. പ്രതിഷേധ മാർച്ച് ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു, മുൻ DCC പ്രസിഡന്റ് റോയ് കെ പോലോസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ സ്ത്രീ മരിച്ച സംഭവത്തിൽ മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി തൊടുപുഴ ജില്ലാ ആശുപത്രിയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ആശുപത്രിക്ക് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിട്ടത് സംഘർഷത്തിന് ഇടയാക്കി. പ്രതിഷേധ മാർച്ച് ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 9 വർഷത്തെ ഇടതുഭരണം കൊണ്ട് ആരോഗ്യം രംഗം താറുമാറായെന്നും സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ മരുന്നുകളുടെ ലഭ്യത കുറവുണ്ടെന്നും സൗജന്യ ചികിത്സ പൂർണ്ണമായും ഇല്ലാതാവുന്നുവെന്നും നിർബന്ധിത ഡിസ്ചാർജ് ഉൾപ്പെടെ നടക്കുകയാണെന്നും പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഇടുക്കി മെഡിക്കൽ കോളേജും ജില്ലാ ആശുപത്രിയും തകർച്ചയുടെ വക്കിലാണ്. 2014 ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ച മെഡിക്കൽ കോളേജിന് ഫയർ സേഫ്റ്റി ക്ലിയറൻസ് ലഭിക്കാതെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നതെന്നും ഖേദകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. സോളാറിന്റെ പേരിൽ സമരം നടത്തിയവർ, ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടവർ, ഇവിടെ ഒരാൾ മരിച്ചിട്ട് അതിന്റെ ഡിനയൽ മോഡിൽ സർക്കാർ ഉണ്ടായിരുന്നിട്ട് മന്ത്രിമാര് പച്ചക്കള്ളം പറയേണ്ട സാഹചര്യം വന്നിട്ട് അവര് പറയുന്ന ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടാന്നാ പറയുന്നത്. എന്താണെങ്കിലും അവർ പറയേണ്ട സാഹചര്യം ഉണ്ടായി. ഇതുവരെ ഒരു നടപടി പോലും എടുത്തിട്ടില്ല. കേരളത്തിലെ സർക്കാരിന്റെ ഉത്തരവാദിത്തം ഇതാണ്. 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുക. ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. എത്ര രൂപ വീടിന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടു 25 ലക്ഷം രൂപ ജോലി ആ കുടുംബത്തെ ദത്തെടുക്കുക. ഒരു കാര്യം മാത്രം നടത്തില്ല, നമ്മുടെ ആവശ്യം നടപ്പിലാക്കിയിട്ടുണ്ട്. എന്താ? ആ കുട്ടിയുടെ ചികിത്സ ചെലവ് ഏറ്റെടുക്കുന്നു പറഞ്ഞു. പക്ഷെ അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഫ്രീ ചികിത്സ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കേരളത്തിൽ ഭരിച്ചപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ട് രോഗ ചികിത്സ കൊടുക്കുന്ന സാഹചര്യം. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു 300 രൂപ ദിവസം കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിന് 3,40,000 രൂപ. എന്നിട്ട് പറയാ വേൾഡ് ക്ലാസ് ചികിത്സ കൊടുക്കുന്നു. എന്ത് വേൾഡ് ക്ലാസ് ചികിത്സ? രൂപയുടെ ചികിത്സ കൊടുക്കുന്ന പ്രൈവറ്റ് ആശുപത്രി അങ്ങനെയല്ലേ?
പക്ഷെ പ്രൈവറ്റ് ആശുപത്രിക്ക് ഇല്ലാത്ത എന്ത് പരിരക്ഷയാണ് ഗവൺമെന്റ് ആശുപത്രിക്കുള്ളത്? ഓർത്തു നോക്കൂ, ഇവിടെ ഒരു പ്രൈവറ്റ് ആശുപത്രി ഇതേപോലെ ഇടിഞ്ഞു വീണാൽ അതിന്റെ MD-ക്കെതിരെ അതിന്റെ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കില്ലേ? ഇവിടെ ഒരു നടപടി പോലും ഇല്ല. ക്രിമിനൽ കേസ് എന്ന് പറയുന്നില്ല, ഒരു നടപടി പോലും, ഇതിന്റെ ഉത്തരവാദികൾ ആരാന്ന് കണ്ടുപിടിച്ചൊരു നടപടി പോലും എടുക്കുന്നില്ല. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ആർക്കേപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു, മുൻ DCC പ്രസിഡന്റ് റോയ് K പോലോസ്, നേതാക്കളായ മാത്യു K ജോൺ, ജോബിൻ മാത്യു, ജോബി C ജോയി, മൊബിൻ മാത്യു, അരുൺ പൂച്ചക്കുഴി, സോയിമോൻ സണ്ണി, നിഷ സോമൻ, NI ബെന്നി, ജോൺ നെടിയപ്പാല, ടോണി തോമസ്, ബിബിൻ ഈട്ടിക്കൻ, അൻഷൽ ആന്റണി, നിതിൻ ലൂക്കോസ്, ജോസുകുട്ടി ജോസ്, മനോജ് രാജൻ, ഷാനു ഷാഹുൽ, മകേഷ് മോഹനൻ, ഫൈസൽ TS, രഞ്ജിത്ത് രാജീവ്, ബിബിൻ അഗസ്റ്റിൻ, മനു CL, വിഷ്ണു കോട്ടപ്പുറം, റമീസ് കൂരപ്പിള്ളി, മുനീർ സാഹിബ്, രാജേഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സ്ത്രീ ശാക്തീകരണമെന്ന് പ്രസംഗിക്കുമ്പോഴും അത് രാജ്യത്ത് നടപ്പിലാക്കുന്നില്ലെന്ന് മന്ത്രി J ചിഞ്ചുറാണി. CPI ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി തടിയമ്പാടിൽ സംഘടിപ്പിച്ച വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗാർഹിക പീഡന നിരോധന നിയമം പോലും നടപ്പിലാക്കാൻ രാജ്യത്ത് കഴിഞ്ഞിട്ടില്ലെന്നും J ചിഞ്ചുറാണി കുറ്റപ്പെടുത്തി. രാജ്യത്തെ പാർലമെന്റ് എടുത്ത് പരിശോധിച്ചാൽ സ്ത്രീ പ്രാതിനിധ്യം കുറഞ്ഞിരിക്കുന്നത് കാണാം. 500-ലധികം അംഗങ്ങളുള്ള പാർലമെന്റിൽ 10%-നും 15%-നും ഇടയിലാണ് സ്ത്രീ പ്രാതിനിധ്യം. കഴിഞ്ഞ ഭരണകാലഘട്ടം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപാണ് BJP സർക്കാർ ഒറ്റ ദിവസം കൊണ്ട് സ്ത്രീകൾക്ക് 33% സംഭരണം നൽകുന്ന ബിൽ പാസാക്കിയത്. 2024-ലെ തിരഞ്ഞെടുപ്പിലും അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത തിരഞ്ഞെടുപ്പിലും അത് നടപ്പിലാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നും മന്ത്രി പറഞ്ഞു. ഗാർഹിക പീഡന നിരോധന നിയമം പോലും നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നിട്ട് അതുൾപ്പെടെ നടപ്പിലാക്കുവാൻ പറ്റാത്തൊരവസ്ഥ നമ്മുടെ രാജ്യത്തും നിലനിൽക്കുന്നു എന്നുള്ളത്. രാജ്യത്തിൻ്റെ പാർലമെന്റ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ പാർലമെന്റിൽ പോലും നമുക്കറിയാം 10%-നും 15%-നും ഇടയ്ക്ക് മാത്രമാണ് ഇന്ത്യയിലെ സ്ത്രീ പ്രാതിനിധ്യം എന്നുള്ളതാണ്. 500-ന് മേൽ ആൾക്കാരുള്ള പാർലമെന്റിൽ പോലും സ്ത്രീ പ്രാതിനിധ്യം ഇത്രയധികം കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരായിട്ടുള്ള ശക്തമായ നിലയിലുള്ള പ്രക്ഷോഭ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമായിട്ട് നമ്മുടെ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വിമൻ ശക്തമായ നിലയിലുള്ള പ്രക്ഷോഭ സമരങ്ങളിലേക്ക് പോകുന്നത് നാം കാണും. ജൂലൈ 17 മുതൽ 20 വരെ കട്ടപ്പനയിൽ നടക്കുന്ന CPI ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായിട്ടാണ് തടിയമ്പാടിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് സ്ത്രീകൾ മുന്നിട്ടിറങ്ങണമെന്ന് ആഹ്വാനം ചെയ്ത് വനിതകൾ സൂംബ ഡാൻസും അവതരിപ്പിച്ചു. സൂംബ ഡാൻസിൽ മന്ത്രിയും പങ്കെടുത്തു. പരിപാടിയിൽ കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി മുൻ MLA AS ബിമോൾ വിഷയാവതരണം നടത്തി. മഹിളാ സംഘം ജില്ലാ പ്രസിഡന്റ് ശാന്തി മുരുകൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജയ മധു സ്വാഗതം ആശംസിച്ചു. CPI ജില്ലാ സെക്രട്ടറി K സലീംകുമാർ, KC ആലീസ്, MK പ്രിയൻ, TR ബിനു, കുസുമം സതീഷ്, മോളി ഡൊമിനിക്, P മാലതി, ഗീത തുളസീധരൻ, മെർലിൻ ആന്റണി, രാജീവ് ബോബൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ ആശുപത്രിയിലേക്ക് BJP നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടാണ് BJP മാർച്ച് സംഘടിപ്പിച്ചത്. മന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് കടന്നുപോകാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. നമ്മൾ രാജഭരണകാലത്തെങ്കിലും കേരളമാകെ അഴിമതിയാണ്. അഴിമതി മുഖ്യ പിണറായി. BJPയുടെ പ്രതിഷേധം. തുടർന്ന് നടന്ന ധർണ ഇടുക്കി നോർത്ത് ജില്ലാ അധ്യക്ഷൻ PP സാനു ഉദ്ഘാടനം ചെയ്തു. മേഖലാ ജനറൽ സെക്രട്ടറി ബിനു J കൈമൾ, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷ്, മറ്റ് നേതാക്കളായ PG രാജശേഖരൻ, ജയലക്ഷ്മി ഗോപൻ, മുന്നി കൈറ്റിയാനി, ശ്രീലക്ഷ്മി സുദീപ്, PV ഷിൻമോൻ,
KP രാജേന്ദ്രൻ, ജോർജ് പൗലോസ്, NK അബു, MN ജയചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റുമാരായ ശ്രീകാന്ത് കാഞ്ഞിരമറ്റം, S പ്രമോദ്, ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ജി, KG സന്തോഷ്, രാജേഷ് പൂവാശ്ശേരി, ഷിബു ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ബസ് ഉടമകൾ സംസ്ഥാന വ്യാപകമായി പണിമുടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ 22 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. ഇതിന് മുന്നോടിയായി 8-ന് സൂചനാ പണിമുടക്ക് നടത്തുമെന്നും അവർ അറിയിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവെച്ച് സമരത്തിൽ പങ്കുചേരുവാൻ തീരുമാനിച്ചതായി ബസ് ഉടമ സംഘടനകളുടെ കൂട്ടായ്മയായ ബസ് ഉടമ സംയുക്ത സമിതി അറിയിച്ചു. ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ സംസ്ഥാനത്ത് നാളെ സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. ബസ് ഉടമകളുടെ സംഘടനകളുടെ കൂട്ടായ്മയായ ബസ് ഉടമ സംയുക്ത സമിതിയാണ് പണിമുടക്കിന് ആഹ്വാനം കൊടുത്തത്. പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക, തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക, ഈ ചെല്ലാൻ വഴി അമിത പിഴ ചുമത്തുന്നത് അവസാനിപ്പിക്കുക, വിലപിടിപ്പുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഒരാഴ്ചയ്ക്കുള്ളിൽ തുടർ ചർച്ചകൾ നടത്തി പരിഹാരമുണ്ടായില്ലെങ്കിൽ 22-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനം. ഈ വിദ്യാർത്ഥി കൺസെഷൻ കൂട്ടിത്തരണമെന്നല്ല, ഞങ്ങൾക്ക് അർഹതപ്പെട്ട 25-50% ഗവൺമെന്റ് ഓർഡർ സർക്കാർ കോടതി ഓർഡർ ഉള്ളത് ആ ശതമാനം ചെലവ് കൂടി തരുന്നുണ്ട്. ഇപ്പോൾ ഉള്ളത് 10%. അത് ഞങ്ങളുടെ കാര്യം. രണ്ടാമത്തെ കാര്യം നമുക്ക് PCC എന്നൊരു സംവിധാനം ഉണ്ടെന്ന്. മൂന്നാമത്തെ കാര്യം PCC എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ബസ് ഓടിക്കണമെങ്കിൽ അവൻ പോലീസ് സ്റ്റേഷനിൽ പോയി അവന്റെ പേര് കേസൊന്നുമില്ല എന്ന പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്താലേ അവരോടിക്കുക എന്ന് മാത്രമല്ല ആ വണ്ടിക്ക് പെർമിറ്റ് പുതുക്കി തരുള്ളൂ. അതായത് TP പെർമിറ്റ് പോലും പുതുക്കി തരണമെങ്കിൽ ഈ എന്റെ വണ്ടി ഓടിക്കുന്നവന് ഒരു പോലീസ് കേസും ഇല്ല എന്ന ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. അവരിപ്പോ ഇന്നും മന്ത്രി ചർച്ച ഉണ്ടായിരുന്നു. ചർച്ചയ്ക്ക് മന്ത്രികളുടെ നേതൃത്വം നല്ലതാണ്. സാറേ, ഞങ്ങൾ ചോദിക്കുന്നത് ഇത് ഏത് രീതിയിലുള്ള പൗരന്മാരെ സൃഷ്ടിക്കുക ഈ കേരളത്തിൽ? അതായത് ഒരു പ്രൈവറ്റ് ബസ് ഓടിക്കണമെങ്കിൽ അവന്റെ പേര് കേസ് ഇല്ല എന്ന് ആര് കൊടുക്കണം? അതിന്റെ ഉടമസ്ഥ കൊടുക്കണം. ഈ അഡ്വാൻസ് ലോകത്ത് ഒരു വിരൽ തുമ്പേൽ ഇവിടെ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാം ഇവരുടെ പേരിൽ എത്ര കേസുള്ളതാണ്. അപ്പൊ എന്താണെന്നോ, അവർക്ക് നിയമപരമായി നീ വണ്ടി ഓടിക്കണ്ട എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കും. എന്നത്തെ രസമാണ്. ഒരു വണ്ടി ഞാൻ പറഞ്ഞില്ല ക്രിമിനലൊക്കെ ഓടിക്കുന്നുണ്ടാവില്ല. പക്ഷേ ക്രിമിനൽ വണ്ടി ഓടിക്കുമ്പോൾ അവർക്ക് മൊബൈലിൽ കിട്ടും ഇവർ ക്രിമിനൽ ആർഗ്യുമെന്റ് പേരിൽ 5 കേസ് ഉണ്ടെന്ന് കിട്ടും. അവർക്ക് ലെറ്റർ കൊടുക്കാമല്ലോ. ഇനി അതല്ല, അവരെ അടിപിടി ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം? പോലീസ് അവനെ പിടിച്ചുകൊണ്ട് പോകണം, കോടതി കൊടുക്കണം, റിമാൻഡ് ചെയ്യണം. അത് ചെയ്യില്ല. അവത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ വിളിച്ചോടെ ഇറക്കി. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് KK തോമസ്, ജില്ലാ ജനറൽ സെക്രട്ടറി അജിത് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് KM സലീം മുതലായവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥയ്ക്ക് എതിരെയും ആരോഗ്യ മേഖലയെ തകർത്ത പിണറായി സർക്കാരിനെതിരെയും BJP ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെയും കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തകർത്ത പിണറായി സർക്കാരിനെതിരെയുമാണ് BJP ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. ചെറുതോണി സെന്റർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് മെഡിക്കൽ കോളേജ് കവാടത്തിൽ പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷത്തിന് വഴിതെളിച്ചു. തുടർന്ന് നടത്തിയ ധർണാ സമരത്തിൽ BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗം BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. കേരളമെമ്പാടും ഇതാണ് സ്ഥിതിയെങ്കിൽ ഈ മലയോര ജില്ലയിൽ സാധാരണക്കാരും പാവപ്പെട്ടവരും അധിവസിക്കുന്ന ഈ മേഖലയിൽ എന്ത് പുരോഗതിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ കോളേജിൽ നടത്തുവാൻ കഴിഞ്ഞത് എന്ന് പറയുവാനുള്ള ഉത്തരവാദിത്വം പിണറായി സർക്കാരിനുണ്ട് എന്ന് ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിയ ശേഷം നിർത്തിപ്പോയ ഒരു മെഡിക്കൽ കോളേജാണ് ഇടുക്കി. ഇവിടുത്തെ ഭരണാധികാരികൾ, അത് കോൺഗ്രസ് ആയാലും CPM ആയാലും, ഉമ്മൻചാണ്ടി സർക്കാർ ഈ കോളേജ് കൊണ്ടുവന്നെങ്കിൽ അതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താത്തതിന്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയനും അത് ചെയ്യാൻ കഴിഞ്ഞില്ല. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും തുല്യ പ്രതികളാണ് ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം.
ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ദുരാവസ്ഥയ്ക്ക് കോൺഗ്രസിനും LDF-നും ഒരേ പങ്ക് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പന്തളം പ്രതാപൻ പറഞ്ഞു. അഭിവാദ്യമർപ്പിച്ച BJP ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ K. സന്തോഷ് കുമാർ, രതീഷ് വരകുമാല, ഷാജി നെല്ലിപ്പറമ്പിൽ, രത്നമ്മ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മൂലമറ്റം ടൗണിൽ വാളികുളം സൂപ്പർ മാർക്കറ്റിന് സമീപം ഏത് സമയത്തും മറിഞ്ഞു വീഴാവുന്ന നിലയിലുള്ള വലിയ റബ്ബർ മരം വെട്ടിനീക്കാത്തതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ വീഴ്ച വരുത്തുന്നതായി മർച്ചന്റ്സ് അസോസിയേഷൻ നേതാക്കൾ അറിയിച്ചു. പഞ്ചായത്തിലും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിട്ടും പ്രശ്നം പരിഹരിച്ചില്ല. വിഷയത്തിൽ ഉടൻ തന്നെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പൊതുജനങ്ങളെയും ഓട്ടോ ടാക്സി തൊഴിലാളികളെയും അണിനിരത്തി സമരത്തിന് ഇറങ്ങേണ്ടി വരുമെന്നും മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മൂലമറ്റം ടൗണിൽ വാളികുളം സൂപ്പർ മാർക്കറ്റിന് സമീപം പ്രധാന റോഡിനോട് ചേർന്ന് ഏത് സമയവും മറിഞ്ഞു വീഴാവുന്ന നിലയിലുള്ള വലിയ റബ്ബർ മരം വെട്ടിനീക്കാത്തതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ വീഴ്ച വരുത്തുന്നതായി മർച്ചന്റ്സ് അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു. ഇത് ഒടിഞ്ഞോ മറിഞ്ഞോ വീണാൽ ഇതിന് താഴെയുള്ള വൈദ്യുതി ലൈൻ, കെട്ടിടങ്ങൾ, വാഹനങ്ങൾ എല്ലാം നശിക്കും. ജനത്തിരക്കേറിയ റോഡിനരികിലായതിനാൽ ഇതുവഴി കടന്നുപോകുന്ന യാത്രക്കാർക്ക് അപകടവും ഉണ്ടാകും. വീഴാറായി നിൽക്കുന്ന ഈ മരത്തിന് സമീപം നിന്ന മരം വീണ് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ചേറാടി സ്വദേശിയായ തടിപ്പണി തൊഴിലാളി രാജു മരിച്ചിരുന്നു. എന്നിട്ടും നിലവിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരം വെട്ടിമാറ്റുന്ന കാര്യത്തിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ് അധികൃതർ. അന്ന് മരം വീണ നിരവധി വാഹനങ്ങൾക്ക് കേടുവരികയും ചെയ്തു. അപകട ഭീഷണിയായ മരം വെട്ടിനീക്കണമെന്നാവശ്യപ്പെട്ട് മൂലമറ്റത്തെ വ്യാപാരികൾ ഒപ്പിട്ട പരാതി കഴിഞ്ഞ സെപ്റ്റംബറിൽ അറക്കുളം പഞ്ചായത്തിൽ നൽകിയിരുന്നു. അന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം പറഞ്ഞത് മരം KSEB-യുടെ ഉടമസ്ഥതയിൽ ഉള്ള സ്ഥലത്താണെന്നും ഇത് വെട്ടിമാറ്റേണ്ട ചുമതല അവർക്കാണെന്നുമായിരുന്നു. എന്നാൽ KSEB ഇത് വെട്ടിമാറ്റി എന്ന് ഉറപ്പാക്കേണ്ട ചുമതലയിൽ നിന്ന് പഞ്ചായത്ത് ഒഴിഞ്ഞുമാറി. KSEB-ക്ക് ഒരു കത്ത് നൽകി ഉത്തരവാദിത്തത്തിൽ നിന്ന് പഞ്ചായത്ത് അധികൃതർ കൈകഴുകി. ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിട്ട് നടപടി ഉണ്ടായിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു. ഇതിനു മുമ്പ് അവിടെ ഒരു 2-3 മരങ്ങൾ നിന്നിരുന്നു. അതിൽ ഒരു മരം ഒടിഞ്ഞു വീണ് ഒരു 5-6 വർഷം മുമ്പ് ഒരാൾ മരിച്ചിരുന്നു. ഒരു വണ്ടിയുടെ പുറത്തും വീണു. ആ വണ്ടിക്ക് കേടുപാട് പറ്റി. പിന്നീട് ഒരു മരം കാറ്റടിച്ച് വീഴുന്നത് അതിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന TK മാധവൻ എന്ന് പറഞ്ഞ വ്യാപാര സ്ഥാപനം തന്നെ തകർന്ന് തരിപ്പണമായിപ്പോയി. അതിനുശേഷം ഈ മരം വളരെ അപകടത്തേക്കെന്ന് പറഞ്ഞ് വ്യാപാരികളെല്ലാം ഒപ്പിട്ടിട്ട് ഒരു പരാതി പഞ്ചായത്തിൽ കൊടുത്തു. പഞ്ചായത്ത് ആ പരാതി ആ റബ്ബർ മരം ഇലക്ട്രിസിറ്റി ബോർഡിൻ്റേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ബോർഡിന് ഒരു കത്ത് നൽകി അവരെ അതിനകത്ത് ഒഴിവായി. ഒരു വർഷമായിട്ടും തീരുമാനമാകുന്നില്ല. അപ്പോൾ വീണ്ടും ഞങ്ങൾ വ്യാപാരികൾ പഞ്ചായത്തിൽ ഒരു പരാതി കൊടുത്തു. ആ പരാതി അതിനോടൊപ്പം തന്നെ കളക്ടറും കൊടുത്തു. പരാതി കൊടുത്തിട്ടിപ്പോൾ ഒരു 10ഓളം ദിവസമായി. യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ആ മരവിടെ വീണിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത വ്യാപാര സ്ഥാപനങ്ങൾ എല്ലാം തകരും. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ലൈൻ തകരും. വഴിയെ പോകുന്ന യാത്രക്കാർക്ക് അപകടം വരെ ഉണ്ടാകും. ഇത്രയും ഗുരുതരമായ ഒരു വിഷയം ഞങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് യാതൊരു നടപടി ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് ഞങ്ങളോട് വിളിച്ച് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല. ഇനി നീണ്ടുപോവുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായ സമരങ്ങളൊക്കെ ഇറങ്ങേണ്ടി വരുമെന്ന് ഓട്ടോക്കാർ, ടാക്സിക്കാർ എല്ലാവരും ഉണ്ട്. അവർക്കെല്ലാം ഇതിനകത്ത് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങളെല്ലാം കൂട്ടി സമരത്തിന് പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. അറക്കുളം പഞ്ചായത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് തീരുമാനം ഉണ്ടാകുന്നെങ്കിൽ വ്യാപാരികൾ കടയടച്ച് കൊടിയും പിടിച്ച് അവരുടെ ഗേറ്റിങ്ങിൽ പോയി നിന്ന് സമരം ചെയ്താൽ മാത്രമാണ് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് ഈ വർഷം ഞങ്ങൾ ചെയ്തു എല്ലാ വർഷങ്ങളും അതിൻ്റെ ഗേറ്റിങ് വാർക്കെ പോയിട്ട് ധർമ്മം നടത്തേണ്ട അവസ്ഥയാണ്. കാരണം കൊടുക്കുന്ന പരാതികൾക്കൊന്നും ഒരു തീരുമാനവും ആകുന്നില്ല. ദുരന്തം വരാൻ കാത്തിരിക്കുന്ന സർക്കാർ വകുപ്പുകളാണ് കേരളത്തിൽ ഉള്ളതെന്ന് നേതാക്കൾ പറഞ്ഞു. ഇനിയും മരം വെട്ടിമാറ്റാൻ വൈകിയാൽ പൊതുജനങ്ങളെയും ഓട്ടോ ടാക്സി തൊഴിലാളികളെയും അണിനിരത്തി സമരത്തിന് ഇറങ്ങേണ്ടി വരുമെന്നും മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജി കുന്നത്ത്, സെക്രട്ടറി ബെന്നി കാദംബരി എന്നിവർ മൂലമറ്റത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. തൊടുപുഴ ഡോക്ടർ APJ അബ്ദുൽ കലാം HSS-ൽ മീഡിയ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി പ്രസ് ക്ലബിന്റെ സഹകരണത്തോടെയാണ് മീഡിയ ക്ലബ്ബ് ആരംഭിച്ചിരിക്കുന്നത്. മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി ലോഗോ പ്രകാശനം ചെയ്തു. ഇടുക്കി പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ജെയ്സ് വാട്ടപ്പിള്ളിൽ മുഖ്യ പ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ജയമോൾ ജോസഫ് അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ഡോക്ടർ APJ അബ്ദുൽ കലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇടുക്കി പ്രസ് ക്ലബിന്റെ സഹകരണത്തോടെ മീഡിയ ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് മീഡിയ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മീഡിയ ക്ലബ്ബ് എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് പ്രധാനമായും നിങ്ങളുടെ ഏറ്റവും ചെറിയ പ്രായത്തിൽ ഒരു കുട്ടിയെ സംബന്ധിച്ച് അവരുടെ സ്വഭാവ രൂപീകരണം അല്ലെങ്കിൽ അവരുടെ ഒരു അടുത്ത കടമ്പയിലേക്ക് കടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഈ വിദ്യാഭ്യാസ കാലഘട്ടം. പ്രത്യേകിച്ച് 10ാം ക്ലാസ്, +2, +1 കാലഘട്ടം പുതിയ
പുതിയൊരു വഴിത്തിരിവിലേക്ക് മാറാനുള്ള ഏറ്റവും വലിയ സാഹചര്യവും സമയവും ഒരു ടേണിംഗ് പോയിന്റിന്റെ ആ ഒരു സമയം. അപ്പോൾ അത് ഏറ്റവും ഭംഗിയായി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കുക എന്നതാണ് പ്രധാനമായും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമൂഹവുമായുള്ള ഒരു ബന്ധം അത് ചർച്ച ചെയ്യുന്നു. ഓരോ ദിവസവും നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ഓരോ വിഷയങ്ങളും വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ച് സംവദിക്കുന്നതിനും അതിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ രേഖപ്പെടുത്തുന്നതിനും ദൂരീകരിക്കുന്നതിനും ഒക്കെയുള്ള ഒരു വേദി കൂടിയായി ഇത് മാറുകയാണ്. കാരണം മാധ്യമലോകത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രസ് ക്ലബ്ബ് പോലെയുള്ള വലിയ ശൃംഖലകൾക്ക് അവർക്ക് ഏത് കാര്യവും ഏത് സമയത്തും ഒരുപക്ഷെ നമ്മളൊക്കെ ഒരു വാർത്ത നമ്മൾ പിറ്റേ ദിവസം പത്രത്തിലൂടെ അല്ലെങ്കിൽ മറ്റ് മീഡിയകളിലൂടെ ഒക്കെ അറിയുമ്പോൾ ആ വാർത്തകൾ നടക്കുന്ന സമയത്ത് തന്നെ അത് അറിയാനും മനസ്സിലാക്കാനും അതിനെ സംബന്ധിച്ച് പഠിച്ച് സത്യസന്ധമായ റിപ്പോർട്ടുകൾ സമർപ്പിക്കാനും ഒക്കെ. ഇടുക്കി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി ലോഗോ പ്രകാശനം ചെയ്തു. ഇടുക്കി പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ജെയ്സ് വാട്ടപ്പിള്ളിൽ മുഖ്യ പ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ജയാമോൾ ജോസഫ് അധ്യക്ഷത വഹിച്ചു. മീഡിയ ക്ലബ്ബ് കോർഡിനേറ്റർ PKA ലത്തീഫ്, മീഡിയ ക്ലബ്ബ് സ്കൂൾ കോർഡിനേറ്റർ അപ്സര GR എന്നിവർ സംസാരിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വീടിന്റെ ഭംഗി വർദ്ധിപ്പിക്കുവാൻ ഇന്റീരിയർ ഹോം ഡെക്കറിന്റെ വൈവിധ്യമാർന്ന ശേഖരവുമായി ഡെയ്സി ഡെയിൽ ഹോം ആൻഡ് ലൈഫ് സ്റ്റൈൽ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. തെനംകുന്ന് ബൈപ്പാസിൽ സെന്റ് മൈക്കിൾ ആർക്കേഡിന് ആരംഭിച്ച ഡെയ്സി ഡെയിൽ ഹോം ആൻഡ് ലൈഫ് സ്റ്റൈലിന്റെ ഉദ്ഘാടനം PG ജോസഫ് MLA നിർവഹിച്ചു. വീടിന്റെ അഴക് വർദ്ധിപ്പിക്കുവാൻ തൊടുപുഴയിൽ ഡെയ്സി ഡെയിൽ ഹോം ആൻഡ് ലൈഫ് സ്റ്റൈൽ പ്രവർത്തനം ആരംഭിച്ചു. ഇന്റീരിയർ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ഡിസൈൻ ചെയ്ത് മനോഹരമാക്കാൻ ഡെയ്സി ഡെയിൽ ഹോം ആൻഡ് ലൈഫ് സ്റ്റൈൽ നിങ്ങളെ സഹായിക്കും. ഇവിടെ ഒരുക്കിയിരിക്കുന്ന വർണ്ണാഭമായ കട്ടനും ബെഡ്ഷീറ്റും നിങ്ങളുടെ മുറികളെ കൂടുതൽ ആഠ്യത്വം നിറഞ്ഞതാക്കും. തെനംകുന്ന് ബൈപ്പാസിൽ സെന്റ് മൈക്കിൾസ് ആർക്കേഡിലാണ് ഡെയ്സി ഡെയിൽ ഹോം ആൻഡ് ലൈഫ് സ്റ്റൈൽ പ്രവർത്തനം ആരംഭിച്ചത്. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K ദീപകിന്റെ സാന്നിധ്യത്തിൽ PJ ജോസഫ് MLA ഡെയ്സി ഡെയിൽ ഹോം ആൻഡ് ലൈഫ് സ്റ്റൈലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെയും
ഇന്റീരിയർ ഡെക്കറേഷന്റെയും ഫെസിലിറ്റിയോടൊപ്പം ഇന്റീരിയർ ഡിസൈനിങ്ങിന് കൺസൾട്ടേഷൻ സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നമ്മൾ ആക്ച്വലി ഇവിടെ ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ ഇന്റീരിയർ ഡെക്കറേഷന്റെയും ഒരു സ്പേസ് ആണിത്. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിവിടെ ബെഡ്ഷീറ്റ്സും കർട്ടൻസും ഒക്കെയാണ് ഇപ്പം നമ്മൾ ആദ്യത്തെ ഒരു ലെവലിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് നമുക്കൊരു കസ്റ്റമൈസേഷൻ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു കളർ തീമോ കളർ പാലറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എന്തെങ്കിലും ഒരു ഇവന്റിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു വീട് മേക്ക് ഓവർ ചെയ്യുന്ന പോലെയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് കളർ തീം ഇപ്പം നമുക്കൊരു കളർ പാലറ്റ് ഉണ്ട് ഒരു ഇതാണെങ്കിൽ അങ്ങനെയും ചെയ്തു കൊടുക്കും. അതേപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ഇന്റീരിയർ സർവീസും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു കൺസൾട്ടേഷൻ പോലെ നമ്മൾ പ്രൊഡക്ട്സ് എടുക്കുന്നവർക്ക് നമ്മൾ ഇവിടുന്ന് ഒരു ഫ്രീ ആയിട്ട് കൺസൾട്ടേഷൻ, നമ്മളിപ്പം നിങ്ങൾ ഒരു ബെഡ്റൂം കാണിക്കുകയാണെങ്കിൽ ഇത് എങ്ങനെ അറേഞ്ച് ചെയ്യാം, അതിന് പറ്റുന്ന കളേഴ്സ് എന്താണ്, അതിന് പറ്റുന്ന ആക്സസറീസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത ഒരു ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മളൊരു സർവീസ് പോലെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തെനങ്കുന്ന് ബൈപ്പാസിലാണ്. തെനങ്കുന്ന് പള്ളിയുടെ താഴെ സെന്റ് മൈക്കിൾസ് ആർക്കേഡിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മളെ ഷോപ്പ് വരുന്നത്. ലോറി തോട്ടിലേക്ക് മറിഞ്ഞ് അപകടം. വണ്ണപ്പുറം ചേലച്ചുവട് റോഡിൽ 40 ഏക്കറിൽ കലുങ്ക് പണി നടക്കുന്നിടത്താണ് ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് തോട്ടിലേക്ക് മറിഞ്ഞത്. തിങ്കളാഴ്ച രാവിലെ 6 മണിയോടെയാണ് അപകടം ഉണ്ടായത്. തലനാരിഴയ്ക്ക് ഒഴിവായത് വൻ ദുരന്തം. ലോറി തോട്ടിലേക്ക് മറിഞ്ഞ അപകടം. വണ്ണപ്പുറം ചേലച്ചുവട് റോഡിൽ 40 ഏക്കറിൽ കലുങ്കുപണി നടക്കുന്നിടത്താണ് ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് തോട്ടിലേക്ക് മറിഞ്ഞത്. തിങ്കളാഴ്ച രാവിലെ 6 മണിയോടെയാണ് അപകടം. പാലക്കാട് നിന്ന് ഗൂഗിൾ മാപ്പ് നോക്കി വെൺമണിയിലേക്ക് ലോഡും കയറ്റിപ്പോയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. വണ്ണപ്പുറത്ത് നിന്ന് മുണ്ടൻമുടി കയറ്റം കയറാതെ വന്നതോടെ തിരിച്ചു പോരുന്ന വഴിക്കാണ് 40 ഏക്കർ ഭാഗത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. സമീപത്തെ 2 വീടുകളുടെ മതിൽ തകർത്താണ് ലോറി തോട്ടിൽ പതിച്ചത്. തലനാരിഴയ്ക്കാണ് വലിയ ദുരന്തം ഒഴിവായത്. സമാന രീതിയിൽ ഏതാനും വർഷം മുൻപ് ഇതിന് സമീപം നടന്ന അപകടത്തിൽ സ്ത്രീക്കും കുഞ്ഞിനും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ 6:15 സംഭവം നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഒരു ഭയങ്കര സൗണ്ട് കേട്ട് നോക്കിയതാണ്. അതിപ്പം ഭയങ്കര പുകയും, മതിൽ പൊളിഞ്ഞ് കിടക്കുന്നു, വണ്ടി വന്ന് കിടക്കുന്നു. ഈ വഴിക്ക് സ്ഥിരം നടക്കുന്ന ഒരു സംഭവമാണ്. ഭാരവണ്ടികൾ ഇതിലെ കയറിപ്പോയാൽ, അമിത ലോഡും വെച്ച് കയറിപ്പോയാൽ ഇതിനു മുമ്പും അപകടം നടന്നിട്ടുണ്ട്. ഒരു സ്ത്രീ മരിക്കുകയോ, വീടിൻ്റെ മേളിലേക്ക് വണ്ടി പോയ സ്ത്രീ മരിക്കുകയോ ചെയ്തതാണ്. കലുങ്ക് പണിയുന്നിടത്ത് സൂചനാ ഫലകങ്ങളും സിഗ്നലും ഇല്ലായിരുന്നു എന്ന് പരാതിയുണ്ട്. കൂടാതെ ഭാരവാഹനങ്ങൾ പ്രവേശിക്കരുത് എന്ന ബോർഡും ഇവിടെ നിന്നും നീക്കം ചെയ്തതായും പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്നും നാട്ടുകാർ ആരോപിച്ചു. ഒരു ബോർഡ് വെക്കാനോ അല്ലെങ്കിൽ അപകടമാണ് സൂക്ഷിച്ച് കയറി പോവുക അല്ലെങ്കിൽ കയറ്റാണെന്നൊരു ബോർഡ് പോലും ഇതിലായിട്ട് വെച്ചിട്ടില്ല. PWDയുടെ ഭാഗത്തുനിന്നുണ്ടായ വലിയൊരു കുഴപ്പം തന്നെയാണ്. അത് പെട്ടെന്ന് വന്ന് ചാടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു വെളിവിലുണ്ടായിപ്പോയി. ഞാനവിടെ വിറച്ചിട്ട് അത് അവിടെ നിന്ന് കയറി ഇങ്ങനെ വന്നു. ഈ മതിൽ ഇടിച്ച് സൈഡിൽ കൂടെ അങ്ങ് പോയില്ല വണ്ടി. അത് ഈ മതിലെ ഇടിച്ചു, അതിൻ്റെ ഈ തെങ്ങ ഇടിച്ചു. എന്നിട്ട് ഞങ്ങളുടെ ഇതും കൊണ്ട് അങ്ങ് പോകുക. ഇവിടെ വണ്ടി കിടപ്പുണ്ടായിരുന്നു. ആ വണ്ടി വണ്ടിയുടെ ഒരു സൈഡിൻ്റെ ഇതിൻ്റെ വണ്ടി കിടക്കുക. വണ്ടിയിൽ ഇടിച്ചെങ്കിൽ ഇപ്പം താഴത്തെ കെട്ടിടവും കൂടെ പോയേനെ. കെട്ടിടവും വേണം. ഞങ്ങൾ ഇത്രയും പേരും കാണില്ല. ഈ തെങ്ങ് അല്ലെങ്കിൽ ഈ കെട്ടിടവും കാണില്ല. ഒരു സംഭവം വെച്ചിട്ടില്ല അവിടെയൊന്നും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കുഴിയാണ് ഇവിടെ അപകടമാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു ബോർഡ് എന്തെങ്കിലും വായിക്കണ്ടേ? അതൊന്നും വെച്ചിട്ടില്ലല്ലോ ഇവിടെ.
പന്ന വണ്ടി നേരെ അങ്ങ് വരുമ്പോൾ കുഴിയാണെന്ന് അറിയണില്ലോ. ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു, അതും താഴ്ത്തിട്ടു. ഡ്രൈവർക്ക് നിസ്സാര പരിക്കുകളുണ്ട്. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി മാത്യു കുഴൽനാടൻ MLA ആരംഭിച്ച വിദ്യാസ്പർശം കുഴൽനാടൻ മെറിറ്റ് അവാർഡിന് ആവോലി, പാലക്കുഴ പഞ്ചായത്തുകളിൽ തുടക്കമായി. മാത്യു കുഴൽനാടൻ MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് അവാർഡുകളും നൽകി. കുട്ടികളും രക്ഷകർത്താക്കളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി മാത്യു കുഴൽനാടൻ MLA ആരംഭിച്ച വിദ്യാസ്പർശം കുഴൽനാടൻ മെറിറ്റ് അവാർഡ് 2025 ആവോലി, പാലക്കുഴ പഞ്ചായത്തുകളിൽ നടന്ന ചടങ്ങുകളോടെ തുടക്കം കുറിച്ചു. 10+2 ബിരുദം, ബിരുദാനന്തര ബിരുദം പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും കലാകായിക രംഗങ്ങളിൽ മികച്ച നേട്ടം കൈവരിച്ചവർക്കും നൽകുന്ന ഈ അവാർഡ് പഞ്ചായത്ത് അടിസ്ഥാനത്തിലായാണ് സംഘടിപ്പിക്കുന്നത്. 6 ദിവസങ്ങളിലായി ഓരോ ദിവസവും 2 പഞ്ചായത്തുകളിൽ വീതമാണ് വിദ്യാസ്പർശം നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്യു കുഴൽനാടൻ MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് അവാർഡുകളും നൽകി. വിദ്യാർത്ഥികൾ ഇന്ന് കൈവരിച്ചിരിക്കുന്ന ഈ വിജയം അവർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല എന്നും അതിന്റെ ഒരു പങ്ക് പല ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും സഹിച്ച് അവരെ ഇതിന് പ്രാപ്തരാക്കിയ രക്ഷകർത്താക്കൾക്ക് കൂടി അവകാശപ്പെട്ടതാണെന്നും തന്റെ പ്രസംഗത്തിനിടെ വിദ്യാർത്ഥികളോട് MLA പറഞ്ഞു. വിദ്യാഭ്യാസത്തിൽ കുട്ടികളുടെ താല്പര്യവും കഴിവും മുൻനിരയിൽ വെച്ചായിരിക്കണം പഠനയാത്ര മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. രക്ഷിതാക്കളുടെ ആഗ്രഹങ്ങൾ കുട്ടികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കരുതെന്നും ഇന്നത്തെ കാലത്ത് 100 കണക്കിന് കോഴ്സുകളും സാധ്യതകളും തുറന്നു കിടക്കുന്നതായും MLA പറഞ്ഞു. ആവോലി പഞ്ചായത്തിൽ 96 പ്രതിഭകളും പാലക്കുഴ പഞ്ചായത്തിൽ 34 പ്രതിഭകളും അവരുടെ രക്ഷിതാക്കളുമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. മഞ്ഞുള്ളൂർ, വാളകം പഞ്ചായത്തിലും 12-ാം തീയതി പോത്താനിക്കട, പായിപ്ര പഞ്ചായത്തുകളിലും 13-ാം തീയതി ആലപ്പുഴ, മാറാടി പഞ്ചായത്തുകളിലും 14-ാം തീയതി പൈങ്ങോട്ടൂർ, കല്ലൂർക്കാട് പഞ്ചായത്തുകളിലും 19-ാം തീയതി ആയവന പഞ്ചായത്തിലും മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലുമായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു. തൊടുപുഴ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രസിഡന്റ് MS നാരായണൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. റിലയൻസ് മാനേജിംഗ് ഡയറക്ടർ ജോസുകുട്ടി സേവ്യർ അധ്യക്ഷത വഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു. തൊടുപുഴ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഹൈറേഞ്ച് ഹോട്ടൽ ഓഡിറ്റോറിയത്തിലാണ് കസ്റ്റമേഴ്സ് മീറ്റ് നടന്നത്. തൊടുപുഴ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രസിഡന്റ് MS നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ വക്കീലന്മാർ, ബാങ്കുകാരുടെ 30 ബാങ്കിന് മുകളിൽ വിവിധ നാഷണലൈസ്ഡ് ബാങ്ക്, ഷെഡ്യൂൾഡ് ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങൾ ഇതുപോലെയുള്ളത് എല്ലാവരും 30-35 ബ്രാഞ്ചസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള അനുകൂല സാഹചര്യങ്ങളുണ്ട്. ധാരാളം ഇതെല്ലാം നിലനിർത്തി കൊണ്ടുപോകാൻ കപ്പാസിറ്റിയുള്ള ജനങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിൽ നല്ല രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ 3 കൂട്ടം കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ പ്രകൃതി നമ്മളെ വളരെയധികം അനുഗ്രഹിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ വെള്ളം, നല്ല കാലാവസ്ഥ, മോശമല്ലാത്ത ആൾക്കാരുടെ പെരുമാറ്റം, നല്ല സൗഹൃദരായ ആൾക്കാർ, ഇതെല്ലാം അനുഗ്രഹപ്പെട്ടൊരു സ്ഥലമാണ്. റിലയൻസ് ബാങ്ക് ഇവിടെ തുടങ്ങിയിട്ട് അതുപോലെ 7 ബ്രാഞ്ചുകൾ തുടങ്ങിയിട്ട് 125 ബ്രാഞ്ച് പ്രവർത്തിക്കുന്നുണ്ട്. റിലയൻസ് മാനേജിംഗ് ഡയറക്ടർ ജോസുകുട്ടി സേവ്യർ അധ്യക്ഷത വഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഒരു സ്ഥാപനത്തിന്റെ വളർച്ച എന്നുള്ളത് നിങ്ങളെ പോലുള്ള ആളുകളുടെ കയ്യിലാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഈ തൊടുപുഴത്തെ പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ പോലുള്ള ആളുകൾ ഏതാനും മണ്ടന്മാരല്ല. ഈ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടാനും തയ്യാറായത് തന്നെ ഒരു വലിയ ഉദാഹരണമായിട്ട് ഞാൻ കാണുകയാണ്. അപ്പോൾ ഞങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമാണ്. ഏതായാലും ഈ സ്ഥാപനം ഇതിൻ്റെ വളർച്ചയിൽ ഇതിൻ്റെ സ്റ്റാഫും വളരെയധികം, നമ്മൾ ഉദ്ഘാടനം പറഞ്ഞ പോലെ തന്നെ രഞ്ജിത്തും സന്ധ്യയൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഈ സന്ധ്യ തന്നെ എൻ്റെ സ്ഥാപനത്തിൽ പല പ്രാവശ്യവും വന്ന് എന്നോട് ഈ സ്ഥാപനത്തെ കുറിച്ച് പറയും. അന്നൊക്കെ ഞാൻ പല ആശങ്കകളും പ്രകടിപ്പിച്ചെങ്കിലും ഇത്രയും വ്യക്തമായിട്ടൊരു ധാരണ എനിക്ക് നിന്നാണ് കിട്ടിയത്. ഏതായാലും ഈ സ്ഥാപനത്തിൻ്റെ സ്റ്റാഫിനെ എല്ലാവിധ ഭാവവും നേരുന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി CK നവാസ്, JCI പ്രസിഡന്റ് ഷിജോ ജോയി, റിലയൻസ് CEO ജെയ്മോൻ ഐ, വൈസ് പ്രസിഡന്റുമാരായ എബിൻ ജെയിംസ്, സേവ്യർ ജോസ്, AGM AC വർഗീസ്, ഏരിയ മാനേജർ രഞ്ജിത്ത് PS, ബ്രാഞ്ച് മാനേജർ K സന്ധ്യ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പ്രമുഖ വ്യക്തികളെ ആദരിച്ചു. തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു.
തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. സ്ത്രീ ശാക്തീകരണം എന്നത് പ്രസംഗിപ്പിക്കുമ്പോഴും അത് രാജ്യത്ത് നടപ്പിലാക്കുന്നില്ലെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. CPI ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി തടിയമ്പാടിൽ സംഘടിപ്പിച്ച വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ ആശുപത്രിയിലേക്ക് BJP നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ബസ് ഉടമകൾ സംസ്ഥാന വ്യാപകമായി പണിമുടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലോറി തോട്ടിലേക്ക് മറിഞ്ഞ് അപകടം. വണ്ണപ്പുറം ചേലച്ചുവട് റോഡിൽ 40 ഏക്കറിൽ കലുങ്കുപണി നടക്കുന്നിടത്താണ് ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.